നമസ്കാരം. ഗുരുവായൂർ പൊട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഗുരുവായൂർ ഏകാദശിയാണ്. ആദ്യം തന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും ഗുരുവായൂർ ഏകാദശിയുടെ ആശംസകൾ നേരാണ് കേട്ടോ. നല്ല തിരക്കാണ് ഗുരുവായൂര്. എത്ര പേരാണെന്നറിയോ ഭഗവാനെ കാണാനായിട്ട് എത്തിയിരിക്കുന്നത്. ഇന്ന് ഉദയാസ്തമന പൂജയുണ്ട്. അതേപോലെ തന്നെ രാവിലെ എഴുന്നള്ളിപ്പ് ഉണ്ടായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസും എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഈ തിരക്കിൻ്റെ ഫോട്ടോസ് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഞങ്ങൾ കുറച്ച് നേരത്തെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. വിഷ്ണുവിന് അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല തിരക്കാട്ടോ. അതിൻ്റെ ഇടയിൽ എത്ര നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് അറിയോ വന്നിരിക്കുന്നത്. കുറേ പേര് വന്നെടുത്ത് സംസാരിച്ചു, കുറേ പേര് വന്ന് ഫോട്ടോ എടുത്തു, ക്യൂ നിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വന്നിട്ട് കെട്ടിപ്പിടിച്ചു. അങ്ങനെ അവരുടെ സ്നേഹമൊക്കെ പങ്കുവച്ചു. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിട്ടോ. ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ട് അവരെയൊക്കെ കാണാനായിട്ടും അവരുടെ സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ടൊക്കെ സാധിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ സമയത്തിനേക്കാളും കൂടുതൽ സമയം എടുത്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. കാരണം അത്രയേറെ പേരാ ഭഗവാനെ കാണാനായിട്ട് വന്നിരിക്കണേ. തൊഴാനുള്ള ജനറൽ ക്യൂവിന്റെ അറ്റൊന്നും ഇല്ല കേട്ടോ. അത്രയും വലിയ ക്യൂ ആണ്. അതുപോലെ പ്രസാദ ഊട്ടിനാണെങ്കിലും ആ കുളത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞിട്ടുള്ള ക്യൂ ആണ്. അങ്ങോട്ട് കടക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾ അവിടെ എല്ലാം ഒന്ന് ചുറ്റി കാണാം എന്നും കൂടെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ അങ്ങോട്ട് കടക്കാനൊന്നും പറ്റില്ല. അത്ര അധികം തിരക്കാണ്. എത്ര പേരാണ് കാണാനായിട്ട് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം വാങ്ങാനായിട്ട് എത്തിയിരിക്കുന്നതെന്നറിയോ. വരാൻ സാധിക്കാത്ത കുറേ പേരുണ്ടായിരിക്കും കേട്ടോ. സങ്കടപ്പെടുകയൊന്നും വേണ്ട. നന്നായി നാമം ചൊല്ലുക. മനസ്സുകൊണ്ട് ഭഗവാന്റെ സന്നിധിയിലായിരിക്കാനായിട്ട് ശ്രമിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ. ഏകാദശിയുടെ ആശംസകൾ ഒരിക്കൽ കൂടി നേരാണ് കേട്ടോ എല്ലാവർക്കും. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് അലങ്കാരങ്ങൾ പറയുന്നുണ്ട്. ഭഗവാന്റെ, ഭഗവതി അമ്മയുടെ, ഗണപതിയുടെ, അയ്യപ്പൻ്റെ ഒക്കെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഭഗവാനെ കുറിച്ച് തന്നെയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം നമ്മൾ മുഴുവനായിട്ടും ഭഗവാനെ കുറിച്ച് മാത്രമാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഇന്നലെ നമ്മുടെ ഭഗവാന്റെ അലങ്കാരം വളരെ വിശേഷപ്പെട്ട ഒരു സ്പെഷ്യൽ അലങ്കാരമായിരുന്നു കേട്ടോ. ഗോവർദ്ധനോദ്ധാരണമാണ് ഇന്നലെ ശ്രീലകത്ത് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല മനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള, ഇങ്ങനെ തിളക്കത്തോട് കൂടിയിട്ട് അത്ര ഭംഗിയിലാണ് കേട്ടോ ആഭരണങ്ങളൊക്കെ ഭഗവാൻ അണിഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. നമ്മൾ ശ്രീലകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞി കൃഷ്ണൻ ഇടത്തെ കൈയിൽ ഗോവർദ്ധനം ഇങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ട് വലത്തെ കൈ കൊണ്ട് പൊന്നോടക്കുഴൽ ഊതിയിട്ട് നിൽക്കുക. സന്തോഷവാനായിട്ട് നമ്മളെല്ലാവരെയും കാണുന്നുള്ള ഒരു സന്തോഷം മുഖത്തുണ്ട്. പിന്നെ ഏകാദശിയുടെ ഒരു സന്തോഷമുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു അലങ്കാരമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. 2 തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണത്തിൽ 3 നിറങ്ങളുണ്ട്. തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദ്യാർവട്ടമുണ്ട്. പിന്നെ ഒരെണ്ണം മുഴുവനായിട്ട് തെച്ചിയിൽ കോർത്തതായിരുന്നു. പിന്നെ 2 ഉണ്ടമാലകൾ ഉണ്ടായിരുന്നു. രണ്ടും ഒരേപോലെയായിരുന്നു കേട്ടോ. അതിൽ തെച്ചിയുണ്ട്, തുളസിയുണ്ട്, താമരയുണ്ട്. അതിങ്ങനെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ മാറി കോർത്തിരിക്കുകയാണ്. 2 ഉണ്ടമാലകളും ഒരേപോലെ തന്നെയാണ്. അതിന് നടുക്കാണ് നമ്മുടെ ഭഗവാൻ ഗോവർദ്ധനൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് നല്ല പുഞ്ചിരിയോട് കൂടിയിട്ട് നമ്മളെയൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നെറ്റിയിലൊരു ഗോപീതിലകൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലിയ കാതുപൂക്കളുണ്ട്. സുന്ദരമായിട്ടുള്ള പുഞ്ചിരി പ്രത്യേകം എടുത്തു പറയണം. പിന്നെ മാലകളും വളകളും അതിനെ പറ്റിയിട്ടൊന്നും പറയാല്ല. അത്രയധികം തിളക്കത്തിലാണ് കേട്ടോ. വിളങ്ങിയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നേ ഭഗവാൻ. കൈവളകളും തോൾവളകളും ഒക്കെ നല്ല വീതിയുള്ളതാണ്. ഇടത്തെ കയ്യിലാണ് ഗോവർദ്ധനം. അതൊക്കെ നല്ല ചന്ദനം കൊണ്ട് നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ തുളസി ഇലകൾ ഓരോന്ന് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് വൃക്ഷങ്ങളെ പോലെ, സസ്യങ്ങളെ പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഗോവർദ്ധനം ചാർത്തിയിരിക്കുന്നത്. വലത്തെ കൈയിൽ പൊന്നോടക്കുഴൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് വേണുഗാനം പൊഴിക്കുകയാണ് കേട്ടോ നമ്മുടെ ഭഗവാൻ. അരയിലാകട്ടെ കിങ്ങിണിയൊക്കെ നല്ല വീതിയുള്ള കിങ്ങിണിയാണ്. പട്ടുകോണകല്ല കേട്ടോ. ഇന്നലെ ഒരു കസവിൻ്റെ ഒരു ഉടയാടയാണ്. അതിങ്ങനെ ഞൊറിഞ്ഞു കൊടുത്ത് നല്ല തിളക്കം. സ്വർണ്ണ കസവിൻ്റെയാണ്. എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാനായിട്ട്. കുഞ്ഞിക്കാലുകളിൽ കാൽത്തളകൾ പണിഞ്ഞിട്ടുണ്ട്. അതും നല്ല വീതിയിലുള്ള കാൽത്തളകളാണ്. അപ്പം നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ എല്ലാം കാണാം. അപ്പോൾ ആഭരണങ്ങൾ ഇത് നന്നായി ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ അതൊക്കെ കാണാനായിട്ടും ഒരു പ്രത്യേക ഭംഗിയല്ലേ. അപ്പോൾ അങ്ങനെ നല്ല സുന്ദരനായിട്ട് തിളങ്ങി നിൽക്കുന്ന ഒരു കുഞ്ഞുണ്ണി കൃഷ്ണനായിട്ടായിരുന്നു കേട്ടോ അലങ്കാരം. ഇന്നത്തെ ഏകാദശി ദിവസം ഗോവിന്ദ പട്ടാഭിഷേകം നടന്നിട്ടുള്ളൊരു ദിവസമായിട്ടല്ലേ പറയുന്നത്. അപ്പോൾ അതിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഗോവർദ്ധനോദ്ധാരണമായിരുന്നു ഇന്നലെ ശ്രീലകത്തുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട്
തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഗുരുവായൂരപ്പന് മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ നമ്മുടെ ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ ഗണപതിയുടെ അടുത്തേക്കാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. ഗണപതിയുടെ ഉടയാട കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. കറുപ്പ് നിറത്തിലാണ്, അതിലിങ്ങനെ സ്വർണ്ണ നിറത്തിൽ ലേസൊക്കെ ഇങ്ങനെ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആഭരണങ്ങൾ അതുപോലെയുള്ള അലങ്കാരങ്ങളൊക്കെ ഇതിന് മുന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ. കളഭം കൊണ്ടാണ് ചാർത്തിയിരിക്കുന്നത്. ഗണപതി ആണെങ്കിലും ഭഗവതി അമ്മയാണെങ്കിലും അയ്യപ്പനൊക്കെ നല്ല കളഭം കൊണ്ടാണ് അലങ്കാരം ഉണ്ടായിരുന്നത് കേട്ടോ. തുമ്പിയിൽ ഒരു സ്വർണ്ണപ്പൂവാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നെറ്റിയിൽ അർദ്ധവൃത്താകൃതി ആയിട്ടുള്ളൊരു സ്വർണ്ണപ്പൂവുണ്ട്. അതിന് മുകളിൽ ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട്. അതിന് ചുറ്റും നല്ല പാലക്കമാല ഉണ്ടല്ലോ, അതുകൊണ്ടുള്ള ഒരു അലങ്കാരം. പിന്നെ തോൾവളകൾക്ക് പകരമായിട്ട് അവിടെയും പാലക്കമാലകളാണ് കേട്ടോ. പിന്നെ ഒരു മാലയും കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട്. ഗണപതിയുടെ കിരീടവും ചൂടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഗണപതിക്ക് ഇന്നലെ അലങ്കാരമായിട്ടുണ്ടായിരുന്നത്. നല്ല സന്തോഷത്തിലാണ് കേട്ടോ ഗണപതി ഇരിക്കുന്നത്. ഏകാദശിക്കാണല്ലോ, ഭഗവാന്റെ ഏകാദശിക്ക് എല്ലാവർക്കും നല്ല നല്ല സന്തോഷമാണ്. അങ്ങനെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഗണപതിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഗണപതിക്ക് മുന്നിലും നന്നായി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നന്നായി ഒന്ന് ഏത്തുമിട്ടോളൂ കേട്ടോ. ഇനി നമുക്ക് ഭഗവതി അമ്മേനെ കാണാനായിട്ട് പോകാം കേട്ടോ. ഭഗവതി അമ്മ നല്ല സുന്ദരിയായിട്ട് സന്തോഷവതിയായിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. ചുവന്ന പട്ടാണ്, അതിന് ഡിസൈനുകളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആ പട്ടിൻ്റെ ആ ചുവപ്പ് നിറം നല്ല ഭംഗിയിൽ ഇങ്ങനെ കാണാനുണ്ടായിരുന്നു. അത്രയും ഭംഗിയായിട്ടായിരുന്നു പട്ടുടയാട ഉണ്ടായിരുന്നത്. പിന്നെ കഴുത്തിൽ സ്വർണ്ണപ്പൂക്കൾ കൊണ്ടുള്ള ഒരു മാലയുണ്ട്. പിന്നെ നടുക്കൊരു ലോക്കറ്റ്, അതിൽ നിന്നൊരു ചുവന്ന ഒരു മഴത്തുള്ളി പോലെ ഇങ്ങനെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന രീതിയിലൊരു ലോക്കറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ കാതുകളിൽ സ്വർണ്ണപ്പൂക്കളാണ് കേട്ടോ. ചുണ്ടൊക്കെ ചുവപ്പിച്ചിട്ട് നല്ലൊരു പുഞ്ചിരിയോട് കൂടിയിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നത്. നെറ്റിയിൽ സ്വർണ്ണപ്പൊട്ട് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ രണ്ട് സൈഡിലും സ്വർണ്ണപ്പൊട്ടുകളുണ്ട്. പിന്നെ കളഭം കൊണ്ടാണ് കേട്ടോ മുഖ ചാർത്തുണ്ടായിരുന്നത്. കളഭം കൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ ഇതളുകൾ പോലെ ചെറിയൊരു കിരീടം കൂടെ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഭഗവതി അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നത്. എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് സന്തോഷവതിയായിട്ടിരിക്കുന്ന സുന്ദരിയായിട്ടുള്ള ഭഗവതി അമ്മയായിരുന്നു. എല്ലാവരും ഭഗവതി അമ്മയുടെയും രൂപം നന്നായി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഭഗവതി അമ്മയ്ക്ക് മുന്നിലും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമ്മൾ പോകുന്നത് അയ്യപ്പനെ കാണാനായിട്ടാണ് കേട്ടോ. അയ്യപ്പൻ്റെ അലങ്കാരം പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അത്രയും സുന്ദരമായിട്ടാണ് ചാർത്തിയിരിക്കുന്നത്. എന്തൊരു ഭംഗിയെന്നറിയോ അയ്യപ്പനെ കാണാനായിട്ട്. ചെറുപ്പാണ് കേട്ടോ, ഒരു യുവാവൊക്കെ ഇരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള മുഖച്ചാർത്തും നല്ല ഭംഗിയുള്ള ബാക്കി എല്ലാ അലങ്കാരങ്ങളും അത്രയും ചന്തത്തിലാണ് അയ്യപ്പനെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. വെളുത്ത നിറത്തിൽ ഒരു ഓഫ് വൈറ്റ് നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. അതിൽ നിറയെ സ്വർണ്ണ നൂലുകളൊക്കെ ഇങ്ങനെ ഇട്ട് പിന്നെ സ്വർണ്ണ നിറത്തിലുള്ള ലേസൊക്കെ തുന്നിപ്പിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയുള്ള ഉടയാട. അതിന് മുകളിൽ അരയിൽ ചുവന്ന പട്ട് ചുറ്റിയിട്ടുണ്ട് കേട്ടോ. അത് കുറച്ചേ കാണുള്ളൂ. പിന്നെ നല്ല കരിമ്പച്ച നിറത്തിലും ഒരു പട്ട് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. അതിൻ്റെ രണ്ടറ്റവും ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ ഉത്തരിയൊക്കെ ഇടില്ലേ, അതേപോലെയാണ്. അപ്പം നല്ല ഭംഗിയുണ്ട് ഉടയാട തന്നെ കാണാനായിട്ട്. പിന്നെ ഒരു പാലക്കമാല ഇട്ടിട്ടുണ്ട്. ഈ പച്ചയ്ക്ക് മെച്ചായിട്ട് ഇടില്ലേ, അതേപോലെ ഒരു പാലക്കമാലയുണ്ട്. പിന്നെ സ്വർണ്ണപ്പൂക്കൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ഒരു മാല പോലെ തീർത്തിട്ടുണ്ട്. അത് കൂടാതെ കഴുത്തിന് നേരെ ചുവടെയായിട്ട് അർദ്ധവൃത്താകൃതിയിൽ ഒരു പൊട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കഴുത്തിലുള്ള അലങ്കാരം. പിന്നെ തോളുകളിലൊക്കെ നിറയെ സ്വർണ്ണപ്പൂക്കൾ വെച്ചിട്ടുണ്ട് കേട്ടോ. കാതുകളിൽ സ്വർണ്ണപ്പൂക്കളാണ്. ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ട് നല്ല ഭംഗിയിൽ കളഭം കൊണ്ട് മുഖമൊക്കെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ രണ്ട് സൈഡുകളിലും ഓരോരോ സ്വർണ്ണപ്പൊട്ടുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ അയ്യപ്പൻ്റെ വലിയ ഒരു കിരീടം, ആ കിരീടത്തിന് മുകളിലും ഓരോരോ പൊട്ടുകൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്വർണ്ണ പൊട്ടുകളും അതേപോലെ തന്നെ ഈ പുലിനഖത്തിൻ്റെ അതേ ആകൃതിയിലുള്ള പൊട്ടുകളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല തിളക്കത്തോട് കൂടിയിട്ട് സർവാഭരണ വിഭൂഷിതനായിട്ടാണ് അയ്യപ്പനും ഇരിക്കുന്നത്. നല്ല മുഖച്ചാർത്ത് എല്ലാം കൊണ്ടും നല്ല ഭംഗിയായിട്ടുള്ള ചന്തത്തിലുള്ള അലങ്കാരമായിരുന്നു ഇന്നലെ അയ്യപ്പനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് ഭഗവാനെ കുറിച്ച് പറയാം. കുഞ്ഞുണ്ണികൃഷ്ണനെ കുറിച്ച് പറയാം കേട്ടോ. ബാലലീലകളാണ് അനുസ്മരിക്കാനായിട്ട് പോകുന്നത്. ഭഗവാനെ പ്രസവിച്ചതിന് ശേഷം, ഭഗവാൻ ജനിച്ച് ഭഗവാന്റെ അവതാരം സംഭവിച്ചതിന് ശേഷം വസുദേവര് കുഞ്ഞു ഭഗവാനെ യശോദാമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തി. ആ ഒരു സമയത്ത് ഭദ്രകാളി, അതായത് ഭഗവതിയും അവതരിച്ചു. എന്നിട്ട് കംസന്റെ അടുത്ത് ഭദ്രകാളിയുടെ ആ ഒരു രൂപത്തിലാണ് ദർശനം നൽകുന്നത്. എന്നിട്ട് സ്ത്രീകളുടെ അടുത്തല്ല പരാക്രമം വേണ്ടത്, നിന്നെ വധിക്കാനായിട്ട് അവിടെ ഒരാൾ അവതരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭദ്രകാളി അപ്രത്യക്ഷമായി. പിന്നെ കംസനാകെ സംശയമായി, ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് പോകേണ്ടതെന്ന് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഭഗവാനെ ഒന്ന് വധിക്കാണല്ലോ, അതിന് വേണ്ടിയിട്ട് ഓരോരുത്തരെ ആയിട്ട് അയക്കുകയാണ്. അപ്പോൾ ആ ഒരു കുഞ്ഞുണ്ണിയായിരിക്കുമ്പോൾ തന്നെ ഭഗവാന്റെ ബാലലീലകൾ തുടങ്ങിയിരിക്കുന്നു അല്ലേ. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കഥകൾ തന്നെയാണ്. അപ്പോൾ ആദ്യം പൂതനയെ അയച്ചു, ശകടാസുരനെ അയച്ചു, തൃണാവർത്തനെ അയച്ചു, അങ്ങനെ ഓരോരുത്തരെ ആയിട്ട് അയച്ചുകൊണ്ടിരിക്കുക.
പുതനാമോക്ഷത്തിൽ പറയും. പുതനാമോക്ഷം എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കഥയാണ് കേട്ടോ. പുതനയെ വധിച്ചതിന് ശേഷം അതംഗസംഗസ്യ ബലം നദൂരി, അതായത് എന്നെ തൊട്ടതുകൊണ്ട് പുതന ശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്തത്. പുതനയെ ദഹിപ്പിക്കുന്ന സമയത്ത് സുഗന്ധമാണ് ആ ഒരു ചിതയിൽ നിന്ന് വമിക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ ഭഗവാനെ തൊടണം എന്നാണ് പറയുന്നത്. പല രീതിയിൽ നമുക്ക് തൊടാലേ, കൈ കൊണ്ട് തൊടാം ഭഗവാനെ, അതേപോലെ മനസ്സുകൊണ്ട് തൊടാം, നാമജപങ്ങൾ കൊണ്ട് തൊടാം. അങ്ങനെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നമ്മളെ എല്ലാം അത് ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ശകടാസുരൻ വന്നു, പൊടി പോലും ഉണ്ടായില്ല, കാലുകൊണ്ടാണ് തട്ടുകൊടുത്തത്. ഈ കാലുകൊണ്ട് സ്പർശനമേറ്റവരെ എല്ലാം വളരെ പെട്ടെന്നാണ് ഭഗവാനിലേക്ക് അടുപ്പിക്കുക. ശകടാസുരന്റെ പൊടി പോലും ലഭിച്ചില്ല, ഭഗവാനിലേക്ക് ലയിപ്പിച്ചു. അതേപോലെ തന്നെ കാലുകൊണ്ട് ആ ഒരു സ്പർശിക്കാനുള്ള ഭാഗ്യം ലഭിച്ച അടുത്ത ആളാണ് കാളിയൻ. ഒറ്റ നിമിഷത്തിലാണ് ആ അഹങ്കാരമൊക്കെ മാറിക്കിട്ടിയത്. അപ്പൊ കാലുകൾ കൊണ്ട് സ്പർശിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത തന്നെയാണ്. അതേപോലെ തൃണാവർത്തനായിട്ട് വന്നു. പിന്നെ ഭഗവാന്റെ കുറച്ചും കൂടി അങ്ങോട്ട് വളർന്നപ്പോൾ ഭഗവാൻ യശോദാമ്മയ്ക്ക് പല പല കാഴ്ചകൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ കുഞ്ഞു വായ്ക്കുള്ളിലെ ഈ ഭൂലോകം, ഈ പ്രപഞ്ചം മുഴുവനായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ആ അമ്മയ്ക്ക് മനസ്സിലായില്ല, തൻ്റെ മടിയിൽ ഇരുന്നിട്ട് താൻ പാല് കൂട്ടുന്നത്, ആ പാല് വലിച്ചു കുടിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണെന്ന് ആ അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കി കൊടുക്കാതെയാണ്, അല്ലെങ്കിൽ ഭഗവാൻ തന്നെ വിചാരിക്കണമല്ലോ അമ്മയ്ക്ക് അത് മനസ്സിലാകണം എന്നുള്ളത്. തൻ്റെ സ്വന്തം കുഞ്ഞായിട്ട്, വേറൊരു ദിവ്യശക്തിയും ഇല്ലാത്ത ഒരു പൊന്നോമനയായിട്ടാണ് ആ അമ്മ കുഞ്ഞിനെ ലാളിക്കുന്നത്. നമ്മൾ ആ കഥകൾ പറഞ്ഞിട്ടുണ്ട്. 2 തവണയാണ് ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ വായ്ക്കുള്ളിലായിട്ട് യശോദാമ്മയ്ക്ക് കാണിച്ചു കൊടുത്തത്. എന്നിട്ടും മനസ്സിലായില്ല. പിന്നെ ഉല്ലൂകബന്ധനത്തിന്റെ ആ ഒരു സമയത്ത് ഭഗവാന് കെട്ടിയിടാനായിട്ട് യശോദാമ്മ പിന്നാലെ ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ട്. എത്ര ഓടിയിട്ടും പിടികിട്ടുന്നില്ല. പിടികിട്ടിയപ്പോഴോ കയറിട്ട് തികയുന്നുമില്ല. 2 കൈപ്പത്തിയുടെ നീളം കുറവാണ്. അതെന്തുകൊണ്ടാ? യശോദാമ്മയ്ക്ക് ഞാനാണ് ഈ കുഞ്ഞിനെ പ്രസവിച്ചത്, എൻ്റെ കുഞ്ഞാണ്, അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. ആ ഒരു അഹന്തയും മമതയും മാറി കെട്ടിയപ്പോഴാണ് ഭഗവാനെ കെട്ടിയിടാനായിട്ട് സാധിച്ചത്. അപ്പൊ കെട്ടാതെ ഇങ്ങനെ എത്തുമ്പോഴും ആ അമ്മയ്ക്ക് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ഭൂലോകം മുഴുവനായിട്ട്, ഈ പ്രപഞ്ചം മുഴുവനായിട്ട് എൻ്റെ വയറിനുള്ളിലാണെന്ന്. അപ്പോഴും അമ്മയ്ക്ക് മനസ്സിലായില്ല. അങ്ങനെ മനസ്സിലാക്കാതെയാണ് ആ അമ്മ തൻ്റെ മകനെ സ്നേഹിക്കുന്നത്. അങ്ങനെ പല പല രീതിയിലായിട്ട് പല പല ബാലലീലകളാണ് ഭഗവാൻ ഇങ്ങനെ ആടിക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഗോപികമാരുടെ അടുത്തും, ഗോപികമാര് ഭഗവാനെ ആരായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാലേ. നമ്മൾ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ഗോപികമാര് ഭഗവാനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നമ്മളും സ്നേഹിക്കണം എന്നുള്ളത്. അവർക്കൊരിക്കലും ഭഗവാനെ മറന്നുകൊണ്ട് ഒരു നിമിഷം പോലും ജീവിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ഉദ്ധവര് വന്ന സമയത്തും അവർ പറയുന്നത് എന്താ? ഭഗവാനെ മറക്കാനായിട്ട് ഞങ്ങൾക്കൊന്ന് സാധിച്ചെങ്കിൽ, കാരണം എപ്പോഴും ഭഗവാനെ കുറിച്ചാണ് സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ ഗോപസ്ത്രീകളാണ് ഭഗവാനെ കണ്ട സമയത്ത് എന്താണ് പറഞ്ഞത്? ഭഗവാനെ ഞങ്ങൾ തന്നെ ഒരു നിമിഷം അറിയാതെ മറന്നു പോയാലും ഞങ്ങളുടെ ഓർമ്മകളിലേക്ക് ഓടി വരണേ എന്നാണ് ഭഗവാന്റെ അടുത്ത് പറയണത്. അത്ര പോലും ഭഗവാനെ മറക്കാനായിട്ട് അവരെ ആഗ്രഹിക്കുന്നില്ല. എന്ത് കാണുമ്പോഴും ഭഗവാനെയാണ് അവർക്ക് ഓർമ്മ വരുന്നത്. നമ്മുടെ അടുത്ത് അങ്ങനെയെന്നാ പറയുന്നത്, നമ്മൾ എന്ത് കണ്ടാലും ഭഗവാനെ ഓർക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ മഴമേഘങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കാർമുകിൽ വർണ്ണൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ, നമുക്ക് ഗുരുവായൂരപ്പനെ നമുക്ക് ഓർമ്മ വരണം. ഗോപസ്ത്രീകളും അങ്ങനെയാണ്. അവർ ഋതുക്കൾ മാറി വരുന്നതൊന്നും അവരറിയുന്നുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് എന്ത് കാണുമ്പോഴും അത് ഭഗവാനാണ്. ഇപ്പൊ മഴക്കാലം വന്നു കഴിഞ്ഞാൽ, മഴക്കാറ് കണ്ടു കഴിഞ്ഞാൽ അതൊരു കുട പോലെയാണ്. ഭഗവാന്റെ അടുത്ത് നിൽക്കുന്ന ആ ഒരു സ്നേഹത്തിന്റെ തണലേകുന്ന കുടയായിട്ടാണ് ഈ മഴക്കാറുകളെ അവർ കണ്ടത്. മഴത്തുള്ളികളെയോ ഭഗവാന്റെ കാരുണ്യ വർഷമായിട്ടാണ് കണ്ടത്. അങ്ങനെ ഓരോ ഋതുക്കളും അവരറിയാതെ തന്നെ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഇപ്പൊ വേനൽക്കാലം വന്നു കഴിഞ്ഞാലോ അവർക്ക് ചൂടൊന്നും അനുഭവപ്പെടില്ല കേട്ടോ. കാരണം ഭഗവാന്റെ കൂടെയല്ലേ ഇരിക്കുന്നേ. അവർക്ക് സൂര്യന്റെ ആ കാഠിന്യമേറിയുള്ള ചൂടൊന്നും അവർക്ക് അനുഭവപ്പെടുന്നില്ല. ഭഗവാൻ കൂടെയുള്ളത് കൊണ്ട് ഭഗവാന്റെ തണലിലാണ് അവരിയ്ക്കുന്നത്. പിന്നെ എങ്ങനെയാ അവർക്ക് വേനൽക്കാലം മനസ്സിലാകുന്നുണ്ടായിരുന്നേ? അതെങ്ങനെയെന്നറിയോ? ഈ വേനൽക്കാലത്ത് മാത്രം പുഷ്പിക്കുന്ന ചില സസ്യങ്ങളുണ്ട്, മരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ കണിക്കൊന്നയൊക്കെ ഈ മാർച്ച്, അതായത് വിഷുവിന്റെ ഒക്കെ ഒരു സമയത്താണല്ലോ കണിക്കൊന്ന പൂക്കുക. അപ്പൊ അത് പൂത്ത് കണ്ട അവർക്ക് മനസ്സിലാകും, വേനൽക്കാലമായിട്ട്. അങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നുണ്ടായിരുന്നത്. അല്ലാതെയുള്ള യാതൊന്നും അവരെ ബാധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. എല്ലാത്തിലും ഭഗവാനെയാണ് അവരെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ മഞ്ഞുകാലമാകട്ടെ, ഏതു കാലമാണെങ്കിലും അതിലെല്ലാം ഭഗവാനെ കാണാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ മഞ്ഞുകാലത്ത് ഈ ചെറിയ പുൽനാമ്പുകളിലൊക്കെ മഴത്തുള്ളികൾ പോലെ ഇങ്ങനെ വെള്ളത്തുള്ളികൾ ഉണ്ടായിരിക്കൂലേ, അത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അതെല്ലാം അപ്രത്യക്ഷമാകും. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ അജ്ഞാനം, അതുപോലെ അഹന്ത, അങ്ങനെ മോശപ്പെട്ട ചിന്തകൾ, നമ്മുടെ മനസ്സിൽ 6 കള്ളന്മാരുണ്ടെന്നാ പറയുക, അതിനെല്ലാം നമ്മൾ പുറത്താക്കി കഴിഞ്ഞാലാണ് ഭഗവാനാകുന്ന സൂര്യൻ നമുക്ക് മുന്നിൽ ഉദിച്ചുയരുന്നത്. കാരണം സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഈ വെള്ളത്തുള്ളികളെല്ലാം പോയിട്ടുണ്ടായിരിക്കും.
അങ്ങനെ ഭഗവാൻ ആ ഒരു സൂര്യനായിട്ട് ഭഗവാൻ നമ്മുടെ ഉള്ളിലേക്ക് ഉദിച്ചുയരാണ് ചെയ്യുക. അപ്പം നമ്മുടെ എല്ലാ സങ്കടങ്ങളും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ മനസ്സിലുണ്ടോ അതെല്ലാം മാറിക്കിട്ടും. ഇനി എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സിലുള്ള മോശപ്പെട്ട വിചാരങ്ങളെ ചിന്തകളെ എല്ലാം നമ്മൾ ദൂരെ കളയണം. അപ്പോഴാണ് ഭഗവാന്റെ പ്രകാശം നമുക്കുള്ളിലേക്ക് ലഭിക്കുന്നത്. അതിലൂടെയാണ് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ എല്ലാതും മാറുന്നത്. അങ്ങനെ ഭഗവാൻ ഈ ബാലലീലകൾ ആടുന്ന സമയത്ത് എല്ലാവരെയും ഓരോരോ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒപ്പം നമ്മളടുത്തും പറയുകയാണ് എല്ലാത്തിലും ഭഗവാനെ കാണാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന്. അപ്പോൾ നമുക്കൊരു ബാലലീലയിലേക്ക് തന്നെ പറയാട്ടോ. ഒരു ദിവസം നമ്മുടെ ഭഗവാൻ ചെറിയൊരു ഉണ്ണിയാണ് കേട്ടോ, ഒരു 3-4 വയസ്സൊക്കെ പ്രായം ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെ ഒരു ഗോപികയുടെ ഗൃഹത്തിലേക്ക് പോകുകയാണ്. അപ്പോൾ ആ ഗോപികയാണെങ്കിലോ അവിടെ ചാണകമൊക്കെ ധാരാളം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ കത്തിക്കാനായിട്ട് വിറകിന് പകരമൊക്കെ ഉപയോഗിക്കാനായിട്ട് ചാണകവറളിയൊക്കെ ഉണ്ടാക്കില്ലേ, ഈ വൈക്കോല് ഇതിപ്പോൾ പശുക്കളൊക്കെ ഭക്ഷിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ വൈക്കോലിൻ്റെ പൊടിയൊക്കെ ഉണ്ടാകുമല്ലോ, അതൊക്കെ അടിച്ചു കൂട്ടിയിട്ട് ഈ ചാണകമൊക്കെ കൂടി ചേർത്തിട്ട് നല്ല ഇങ്ങനെ വൃത്താകൃതിയിൽ ഇങ്ങനെ പരത്തും. എന്നിട്ടത് ഉണക്കാനായിട്ട് വെക്കും. ഉണങ്ങിക്കഴിഞ്ഞാൽ അത് വിറകിന് പകരം കത്തിക്കാനായിട്ട് ഉപയോഗിക്കും. അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മുടെ ആൾ അങ്ങോട്ട് കയറി വരണം കേട്ടോ. എൻ്റെ സഹായം വേണോ, ഞാൻ സഹായിക്കണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഗോപിക്ക് നല്ല സന്തോഷമായി, ഭഗവാൻ വന്നല്ലോ. അല്ല സഹായം ഒന്നും വേണ്ട, അല്ല ഞാൻ സഹായിക്കാം, എനിക്ക് എന്തെങ്കിലുമൊക്കെ തന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം പ്രതിഫലമൊന്നും ഇല്ലാതെ നമ്മുടെ ആളൊന്നും ചെയ്യില്ല. അങ്ങനെ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ പറയണം, ഓരോ കുട്ടകൾ ഞാനിങ്ങനെ ചാണകവരളി എടുത്തുകൊണ്ട് വെക്കാം, എന്നിട്ട് ആ ഒരു സമയത്ത് ഒരു കുട്ട കൊണ്ടുവയ്ക്കുമ്പോൾ ഒരു വെണ്ണൂറുള്ള എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഗോപിക്ക് സന്തോഷമായി, തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഗോപിക്ക് പറഞ്ഞു, അതല്ല നീ ഇപ്പോൾ ഒരു 5-6 കൊട്ട വെച്ചിട്ട് 10-15 കൊട്ട കൊണ്ടുപോയി എന്ന് പറയുമോ? അങ്ങനെ പറയാൻ പാടില്ല, നുണ പറയാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്കൊരു സൂത്രം ചെയ്യാം. നീ ഓരോ കുട്ടകൾ കൊണ്ടുപോയി വെക്കുമ്പോഴും ഓരോരോ പൊട്ട് ഞാൻ നിന്റെ മുഖത്ത് തൊടാം, നെറ്റിയിൽ തൊടാന്ന് പറഞ്ഞു. ഈ ചാണകം കൊണ്ടാണ് കേട്ടോ കുഞ്ഞു പൊട്ട് കുത്തുന്നത്. അപ്പോൾ അത് സമ്മതിച്ചു ഭഗവാൻ. ഗോപിക്കാണെങ്കിലോ ഭഗവാന് പൊട്ട് തൊടിക്കാനായിട്ടുള്ള ആ ഒരു സന്തോഷം, അതുകൊണ്ടാണ് ഗോപിക അങ്ങനെ പറഞ്ഞതേ. അങ്ങനെ ഭഗവാന് ചെറിയൊരു കുട്ടയ്ക്ക് കൊണ്ടുപോകുന്നു കൊടുത്തു. അതിൽ ചാണകവരളിയൊക്കെ നിറച്ചിട്ട് ഓരോ കുട്ടകളായിട്ട് കൊണ്ടുപോയി വെച്ചു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ ഭഗവാൻ പറഞ്ഞു, വേഗം എനിക്ക് വെണ്ണൂറുള്ള തന്നോളൂ എന്ന്. അപ്പോൾ ഗോപിക്ക് നല്ല സന്തോഷമായി. ഗോപി കെട്ടിപ്പിടിച്ച് എടുത്തുകൊണ്ട് പോയിട്ട് ഒരു വലിയ കലത്തിൽ നിറയെ വെണ്ണയുണ്ട്, അത് കൊണ്ടുവരിക. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എനിക്കിത് അത്ര അധികമൊന്നും വേണ്ട, ഞാൻ ജോലി ചെയ്തിട്ടുള്ളത് മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് ഓരോ പൊട്ടിങ്ങനെ എടുക്കണു, ഓരോ വെണ്ണൂറുള്ള കൊടുക്കണം. പൊട്ടുകൾ ഓരോന്നായിട്ട് എടുത്തു മാറ്റണം. നല്ല ഭംഗിയായിട്ട് ഭഗവാന്റെ മുഖം കാണാനായിട്ട് നിറയെ പൊട്ടുകളൊക്കെ കുത്തിയിട്ട് അതൊക്കെ നോക്കി ചിരിച്ചുകൊണ്ടാണ് ഗോപിക ഓരോ വെണ്ണൂരുളകൾ ഭഗവാൻ ഇങ്ങനെ കൊടുക്കുന്നത്. ഭഗവാനാണെങ്കിലോ സന്തോഷത്തോട് കൂടിയിട്ട് അതിങ്ങനെ വയറ് നിറച്ച് കഴിക്കാം. അപ്പോൾ ഗോപിക ചോദിച്ചു, പിന്നെ ഞാനൊന്ന് കുളിപ്പിച്ച് തരട്ടെ, ഈ മുഖത്തൊക്കെ പോകണ്ടേ? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നെ കുളിപ്പിക്കൊന്നും വേണ്ട, എനിക്കിതൊക്കെ പോയിട്ട് ഈ വിശേഷങ്ങളൊക്കെ യശോദാമ്മയുടെ അടുത്ത് പറയണ്ടേ, എന്നെ അമ്മ കുളിപ്പിച്ച് തരും, നീ കുളിപ്പിച്ച് തരുമൊന്നും വേണ്ട, എനിക്ക് വെണ്ണൂരുള്ള മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ഗോപികയുടെ കയ്യിൽ നിന്ന് വയറ് നിറയെ ഭഗവാൻ വെണ്ണൂരുള്ള കഴിച്ചു. അങ്ങനെ അവിടെ നിന്ന് വെണ്ണയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ യശോദാമ്മയുടെ അടുത്തേക്കാണ് പോകുന്നതേ. അപ്പോൾ ഈ ചാണകത്തും കൊണ്ട് പൊട്ടുതൊട്ടതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ കഥകളൊക്കെ പോയി പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും കുളിപ്പിക്കുന്ന സമയത്ത് ഭഗവാന് പറയാലോ, അമ്മേ ഞാനിതൊക്കെ കൊണ്ടുപോയിട്ട് ക്ഷീണിച്ചു, എനിക്ക് പിന്നെയും വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് യശോദാമ്മയുടെ കയ്യിൽ നിന്നും വെണ്ണൂറിലേക്ക് വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഭഗവാനെ. അവിടെ പോയി കഴിഞ്ഞിട്ട് ചെറിയൊരു പരാതി പറയുമ്പോഴേക്കും യശോദാമ്മ വേണ്ടുവോളാണ് കൊടുക്കുക. അയ്യോ എൻ്റെ ഉണ്ണിക്ക് വയറ് നിറഞ്ഞിട്ടുണ്ടാവില്ലേ, അതിന് വിശക്കുന്നുണ്ടായിരിക്കോ എന്നൊക്കെ കരുതിയിട്ട് പിന്നെയും വെണ്ണയും പാലും തൈരും എല്ലാം ഭഗവാന് കൊണ്ടുവന്ന് കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് കുളിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് യശോദാമ്മയുടെ അടുത്തേക്ക് പോകുന്നതേ. അപ്പൊ സൂത്രക്കാരനല്ലേ നമ്മുടെ ഭഗവാൻ. അങ്ങനെ എപ്പോഴും എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നു ഭഗവാൻ. അത് തന്നെ നമ്മുടെ അടുത്തും പറയുന്നേ, ഭഗവാനെ കുറിച്ച് സ്മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ് ലഭിക്കുക. അപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ഭഗവാനെ കുറിച്ച് മാത്രം ആലോചിച്ചു കൊണ്ടിരിക്കുക അല്ലേ, ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട്, അതേപോലെ തന്നെ ഭഗവാനെ കുറിച്ച് പറയുന്ന കഥകൾ കേട്ടുകൊണ്ട്, അത് വായിച്ചുകൊണ്ട്, നാരായണീയാണെങ്കിലും ഭാഗവതാണെങ്കിലും അതെല്ലാം വായിച്ചുകൊണ്ട് ഭഗവാന്റെ സന്നിധിയിലായിരിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. എല്ലാവരും തന്നെ ഏകാദശി നോറ്റിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. കുറേ ദിവസമായിട്ട് നമ്മളത് പറയില്ലേ. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഏകാദശി നോറ്റിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. എല്ലാവർക്കും അതിനുള്ള അനുഗ്രഹം ഭഗവാൻ നൽകട്ടെ. എല്ലാവർക്കും ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെ എപ്പോഴും ഭഗവാനോട് കൂടെ ഇരിക്കാനായിട്ട് ഉള്ള അനുഗ്രഹം എല്ലാവർക്കും ഭഗവാൻ ഈ ഒരു ദിവസം നൽകട്ടെ. ഭഗവാനെ കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് അവസാനിക്കില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് ഭഗവാനെ കുറിച്ച് പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. എല്ലാ ദിവസവും നമ്മൾ ഭഗവാനെ കുറിച്ച് ചിന്തിക്കണം. ഇന്ന് പ്രത്യേകിച്ചും എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഭഗവാനെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല, എന്നിരുന്നാലും നമുക്ക് വീഡിയോയ്ക്ക് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ല തിരക്കാണ്. ഇപ്പോഴും വരാൻ ആഗ്രഹിച്ചിട്ട് വരണം എന്ന് വിചാരിച്ചിരിക്കുന്നവർ തീർച്ചയായിട്ടും വന്നോളൂ കേട്ടോ. കാരണം നട അടക്കില്ലല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാനെ കാണാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ഈ ഒരു മണ്ണിൽ കാല് കുത്താനെങ്കിലും സാധിക്കും. ഭഗവാനെ ദർശിച്ചതുപോലെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വന്നോളൂ കേട്ടോ. അടുത്തുള്ളവരുടെ കാര്യമാണ് പറയുന്നത്, ദൂരെയുള്ളവർക്ക് വരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന് പരിസരത്തൊക്കെ വെച്ചിട്ട് കാണാം കേട്ടോ. ഒരുപാട് പേരെ, ഭഗവാന്റെ ഭക്തരെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും വരുന്നവരെയൊക്കെ കാണാനായിട്ടും കൂടെ ശ്രമിക്കാം, കാണാനായിട്ട് സാധിക്കട്ടെ. പിന്നെ ഇന്ന് ഏകാദശിയും എല്ലാവർക്കും മുഴുവനായിട്ട് നോൽക്കാനായിട്ടും സാധിക്കട്ടെ. അതിനുള്ള അനുഗ്രഹവും ഭഗവാൻ നൽകട്ടെ. അപ്പോൾ ഏകാദശി നോറ്റവരെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു കേട്ടോ. പിന്നെ ഈ ഒരു നോൽക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഭഗവാന്റെ തീർച്ചയായിട്ടും ഉണ്ടാകും തന്നെ വിശ്വസിക്കുന്നു. അതും കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നല്ല തിരക്കാണ്, എന്നാലും ഭഗവാനെ കാണാനായിട്ട് വന്നുകൊള്ളൂ എന്ന് തന്നെയാണ് പറയാനായിട്ട് ഉള്ളത് കേട്ടോ. ഇവിടെയുള്ള കാഴ്ചകൾ കാണാനും ഭഗവാന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാനും എല്ലാമായിട്ട്. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. അലങ്കാരങ്ങളും അതേപോലെ തന്നെ ഇന്നത്തെ ഏകാദശിയുടെ വിശേഷങ്ങളും അതെല്ലാം പറയാനായിട്ടുള്ള അനുഗ്രഹവും ഭഗവാൻ നൽകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഗുരുവായൂർ ഏകാദശിയുടെ ആശംസകൾ നേരെയാണ്. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.